നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആർക്കാണ് ഈ സൈനിക നടപടിയിൽ വിജയമുണ്ടായത്, ആരാണ് പാഠം പഠിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ത്യ എന്തായാലും വലിയ അവകാശവാദങ്ങളൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഇന്ത്യ ചെയ്തത് എന്താണ് എന്ന് ലോകത്തിന് കൃത്യമായി മനസ്സിലായി. ഇന്ത്യ പാകിസ്ഥാൻ്റെ സേനാ താവളങ്ങളെ ചന്നം ഭിന്നം ആക്രമിച്ചു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ സൈനിക നടപടിയുടെ ലക്ഷ്യം. അത് വളരെ കൃത്യതയോടുകൂടി തന്നെ ആദ്യ ദിവസം തന്നെ ഇന്ത്യ നിറവേറ്റി. അതിന്മേൽ ഒരു തിരിച്ചടി ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ തീവ്രവാദികളുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചു. അതിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നുമല്ല പാകിസ്ഥാനിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ശരിയാണ്. പക്ഷേ അതിന് മറുപടിയായി ഇന്ത്യയുടെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. ഇന്ത്യ ഒരു പാഠം പഠിപ്പിച്ചു. ഇന്ത്യ ഇനി പാകിസ്ഥാൻ എന്ന് കേട്ടാൽ ഭയന്ന് വിറയ്ക്കും എന്നൊക്കെയാണ് പല രാഷ്ട്രീയ നേതാക്കളും അവിടെ വീമ്പിളക്കുന്നത് എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ പട്ടാളം തന്നെ ചൈനയുടെ പട്ടാളം നടത്തുന്ന ഒരു ഡ്രില്ല്, ആ ഡ്രില്ലിൻ്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോഷോപ്പ് ചെയ്ത് ഇന്ത്യക്കെതിരെ ഞങ്ങൾ നടത്തിയ ആക്രമണമാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പറ്റിച്ചതടക്കം ലോകം കണ്ടതാണ്. ഈ ഒരു യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു സൈനിക നടപടിക്ക് ശേഷം പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ 6 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നാണ്. ഈ 6 യുദ്ധവിമാനങ്ങളിൽ 3 എണ്ണം റാഫേലാണ് എന്നാണ് പറയുന്നത്. കാരണം റാഫേൽ യുദ്ധവിമാനത്തെ പാകിസ്ഥാന് വലിയ പേടിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഇനിയിപ്പോൾ നാവികസേനയ്ക്ക് വേണ്ടി റാഫേൽ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ സേനയുടെ കരുത്താണ് ഇപ്പോൾ റാഫേൽ യുദ്ധവിമാനങ്ങൾ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വളരെ ഭയമാണ് റാഫേൽ യുദ്ധവിമാനങ്ങളെക്കുറിച്ച്. റാഫേൽ യുദ്ധവിമാനങ്ങളെ വെടിവെച്ചിടുക എന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ അസംഭവ്യമാണ്. അത് അത്രമാത്രം വലിയ പിഴവുകൾ റാഫേൽ ഉപയോഗിക്കുന്നവർക്കുണ്ടായാൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ഈ ഒരു പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് 3 റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. കാരണം റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഒരു യുദ്ധവിമാനവും ഇന്ത്യയുടെ അതിർത്തി കടന്നിട്ടില്ല. ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ അതിർത്തിയോട് ചേർന്ന് പറന്നുകൊണ്ട് വിമാനങ്ങളിൽ നിന്ന് മിസൈലുകൾ നിക്ഷേപിക്കുകയാണ് ഇന്ത്യ ചെയ്തത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇന്ത്യയുടെ ഈ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇനി യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന വിമാനത്താവളങ്ങളെ എങ്ങാനും ആക്രമിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ അത് സാധിക്കുകയുള്ളൂ. പക്ഷേ വെടിവെച്ചിട്ടു എന്ന അവകാശവാദം അസംബന്ധമാണ് എന്ന് അന്ന് തന്നെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നതിന് വളരെ അവ്യക്തമായ ഉത്തരമാണ് നൽകിയത്. ഒരു പക്ഷേ സേന അങ്ങനെ ഒരു ഉത്തരം നൽകാൻ മാത്രമായിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുക. കൃത്യമായ ഉത്തരമോ അല്ലെങ്കിൽ കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ സേന പുറത്തുവിടാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് പ്രധാനമല്ല എന്ന് സേന പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ ഈ അവകാശവാദത്തെ തള്ളുകയാണ് ഈ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഡസോൾട്ട് ഏവിയേഷൻ. ഡസോൾട്ട് ഏവിയേഷൻ്റെ CEO ഡെറിക് ട്രാപ്പിയർ തന്നെയാണ് ഇപ്പോൾ ആ ഒരു അവകാശവാദത്തെ തള്ളുന്നത്. പാകിസ്ഥാൻ പറയുന്നത് ശരിയല്ല, അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ്. പാകിസ്ഥാൻ്റെ കയ്യിലുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ ഒരു ഡ്രോണിനെ പോലും വെടിവെച്ചിടാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് എങ്ങനെയാണ് ഈ റാഫേൽ യുദ്ധവിമാനങ്ങളെ നിങ്ങൾ വെടിവെച്ചിടുക? അത് റഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാത്തത്ര രീതിയിൽ പറക്കുന്നതാണ്. മാത്രമല്ല റാഫേൽ വിമാനങ്ങൾ ഇന്ത്യ അതിർത്തി കടത്തി വിട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ അവകാശവാദം പച്ചക്കള്ളമാണ് എന്ന് ഡസോൾട്ട് ഏവിയേഷൻ അഥവാ ഈ റാഫേൽ വിമാനങ്ങളുടെ നിർമ്മാണ കമ്പനി തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ പറയുന്നത്? അങ്ങനെ പാകിസ്ഥാന് തോന്നുന്ന രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കുക. പാകിസ്ഥാൻ കിടന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ റാഫേലിനെ വെടിവെച്ചിട്ടു, നമ്മുടെ മിറാജിനെ വെടിവെച്ചിട്ടു, 6 എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു, 8 എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഡിസപ്ഷന് വേണ്ടി റാഫേലിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉള്ള സെയിം ഡമ്മി എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കി പറപ്പിച്ചു. അപ്പോൾ അതിന് നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് അതിൻ്റെ റഡാർ സിഗ്നേച്ചറും ശരിക്കുള്ള റാഫേലിനെ പോലെ ആയിരിക്കും. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ റഡാർസ് എല്ലാം ഓൺ ചെയ്ത് അവരതിനെ എൻഗേജ് ചെയ്തു. അപ്പം റഡാർസ് ഓൺ ചെയ്തതോടുകൂടി അവരുടെ റഡാർസിൻ്റെയൊക്കെ ലൊക്കേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തു കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്ക് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ
ക്ലിയർ ആയിട്ട് സ്പോട്ട് ചെയ്ത് ഡ്രോൺ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഏത് യുദ്ധത്തിലും ഡിസപ്ഷൻ, എനിമിയെ പറ്റിക്കുക എന്നുള്ള ടെക്നിക്ക് വളരെ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ പ്രയോഗിച്ചു. ഇതാണ് ഇന്ത്യയുടെ യുദ്ധതന്ത്രം. ഇന്ത്യക്ക് റാഫേൽ യുദ്ധവിമാനങ്ങൾ മാത്രമല്ല, ഒറിജിനൽ റാഫേൽ യുദ്ധവിമാനങ്ങളെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് റാഫേൽ യുദ്ധവിമാനങ്ങളുമുണ്ട്. ഇതെടുത്ത് ആദ്യം പറത്തിയാണ് പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത ഇന്ത്യ പരീക്ഷിച്ചത്. പാകിസ്ഥാൻ്റെ റഡാറിനെ എങ്ങനെ കബളിപ്പിക്കാം എന്ന് ഇന്ത്യ കണക്ക് കൂട്ടിയത് ഈ പരീക്ഷണങ്ങളിലൂടെയാണ്. ഈ വിമാനങ്ങളെയാണ് പാകിസ്ഥാൻ വെടിവെച്ചിടുകയും വീമ്പിളക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് ശേഷം നടന്ന ആക്രമണങ്ങളിലെല്ലാം, ഡ്രോൺ ആക്രമണങ്ങളിലൊന്നും തന്നെ പാകിസ്ഥാൻ്റെ റഡാറുകൾക്കൊന്നും പിടികിട്ടിയില്ല. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചലിച്ചില്ല. പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിസൈലുകളും ഡ്രോണുകളും എല്ലാം ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെടുന്നത് വെറും ഡമ്മി വിമാനങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ഒരു പൂർവ്വ സൈനികൻ കൂടിയാണ്, ഈ രംഗത്തെ വിഷയവിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.